സ്നേഹം അറിയിക്കുന്നു. നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. റോമർ 1:5. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് അപ്പോസ്തലത്വം പ്രാപിച്ചത്. ആമേൻ. ഹല്ലേലൂയ. Today's message title വിശുദ്ധിയുടെ ആത്മാവ്. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായം ഇപ്പം വായിച്ചത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം വാക്യം എടുത്ത് വായിച്ചേ. 7-ാം വാക്യം. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കും. സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രികാലം IPA പ്രയർ ലൈനിൽ കർത്താവേ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന അല്പസമയം ഞങ്ങൾ തിരുവേദന ഞങ്ങൾ ധ്യാനിക്കുന്നു. അത് ഞങ്ങൾക്ക് ദൈവമേ ആത്മീയ വർധനമാകുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ ഞങ്ങളിപ്പോൾ വായിച്ചതുപോലെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹിച്ചെടുത്തുകൊണ്ട് കർത്താവെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ ഇടയാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവായ യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട് ആണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടത് യേശു കുഞ്ഞാടെന്ന് ആണ് അറിയപ്പെട്ടത്. വെളിപ്പാട് പുസ്തകത്തിലും ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടോട്ടൊക്കെ വായിക്കാൻ നമുക്ക് സമയമില്ലാത്തത് വായിക്കുന്നില്ല. സ്തോത്രം. അവൻ മനുഷ്യൻ്റെ വീഴ്ചയിൽ അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തത്വത്തിൽ രണ്ടാമനായ യേശു ഈ ഭൂമിയിൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു നമ്മളെ ഓരോരുത്തരെയും. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ ഒന്ന് വായിക്കാം. വെളിപ്പാട് 13:8 ഒന്ന് വായിച്ചേ. വെളിപ്പാട് 13:8. ലോകസ്ഥാപനം മുതൽ അർഹപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. അതെ, ലോകസ്ഥാപനം മുതൽ അർഹപ്പെട്ട കുഞ്ഞാട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനം 1:4, 1:5 ഇപ്പം വായിച്ചു. 1:7 വായിച്ചത് നിങ്ങളും അവരിൽ ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അതെ, സ്തോത്രം. അവർ ദൈവത്തിന് വേർതിരിച്ചവർ, വിശുദ്ധരായവർ എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ വിശുദ്ധർ എന്ന പദം കൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, സ്തോത്രം. നമ്മൾ ഈ റോമർ 1:1 വായിച്ചേ. റോമർ 1:1. നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ സ്തോത്രം. നമ്മുടെ പേരും വിശുദ്ധ രേഖകളിൽ എഴുതപ്പെടണം. അല്ലേ? സ്തോത്രം. അവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. സ്തോത്രം. വിശുദ്ധ രേഖകളിൽ. അപ്പം വിശ്വാസികളെ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും വേർതിരിച്ച് ദൈവത്തോടടുപ്പിക്കുകയും ശുശ്രൂഷയ്ക്കായിട്ട് ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഇന്നാളെ ഞാൻ പറഞ്ഞ പോലെ ഓരോ കോളിംഗ് ഉണ്ട്. സ്തോത്രം. ദൈവ വിളിയുണ്ട്. ഓരോരുത്തരുടെ വിളിയും വ്യത്യസ്തമായിരിക്കാം. എല്ലാം ഒരുപോലെ ആകണമെന്നില്ലല്ലോ. ഇല്ല. സോഷ്യലിസവും കമ്മ്യൂണിസവും അമേരിക്കയിൽ അത് പ്രചരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ന്യൂയോർക്കിൽ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് എന്ന് കേട്ടു. അങ്ങനെയാണ്. അപ്പം അതിന് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പുറപ്പാട് പുസ്തകം 19:6 വായിച്ച്. പുറപ്പാട് 19:6.
നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകും. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യവും വിശുദ്ധജനവും ആകും. ആമേൻ. സ്തോത്രം. നമ്മൾ ലേവ്യ പുസ്തകം 21:13 വായിക്കാം. ലേവ്യ പുസ്തകം 21:15 21:15. അവൻ തന്റെ സന്തതിയെ തന്റെ ജനത്തിന്റെ ഇടയിൽ അശുദ്ധമാക്കരുത്, ഞാൻ അതിനെ ശുദ്ധീകരിക്കുന്ന യഹോവ. ആമേൻ. അവൻ തന്റെ സന്തതിയെ തന്റെ ജനത്തിന്റെ ഇടയിൽ അശുദ്ധമാക്കരുത്, ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. സ്തോത്രം. 14 വാക്യം വായിച്ചേ. 13-14 വാക്യം വായിച്ചു. 13-14 വാക്യം. ധനികയായ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരി, വേശ്യ, ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കട്ടെ. സ്വജനത്തിലുള്ള കന്യയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ആമേൻ. അപ്പോൾ ചില നിബന്ധനകൾ കൊടുക്കുകയാണ്. ഇതുകൂടെ ഒന്ന് വായിക്കും. 12 വാക്യം എന്ന് വായിച്ചു. 12 വാക്യം. വിശുദ്ധ മന്ദിരം വിട്ടേ. 12 വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേൽ ഇരിക്കുന്നു, ഞാൻ യഹോവ ആകുന്നു. അതെ, ദൈവത്തിന്റെ അഭിഷേക തൈലമായ കിരീടം അവന്റെ തലയിലിരിക്കുന്നു. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. ആമേൻ. അത് വായിക്കാം. ഇംഗ്ലീഷ് വായിക്കാം. ഓക്കെ. Neither shall he go out of the sanctuary, nor profane the sanctuary of his God, for the crown of the anointing oil of his God is upon him. I am that. Amen. അതെ, പദപ്രയോഗം ശ്രദ്ധിച്ചല്ലോ. The crown of the anointing oil of his God. ഹല്ലേലൂയ. അതെ. അപ്പോൾ അഭിഷേക തൈലം എന്ന് പറഞ്ഞിരിക്കുന്നത് കിരീടമാണ്. അഭിഷേകത്തിന്റെ കിരീടം തലയിൽ ഇരിക്കുന്നു. സ്വതന്ത്രം. പഴയ നിയമ പുരോഹിതനോടുള്ള ബന്ധത്തിലാണ് ഇത് വായിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമ വിശ്വാസികൾ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ വായിച്ചു, നിങ്ങളെ അതിനായി 7 വാക്യത്തിൽ റോമർ വായിച്ചു, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഇതൊന്ന് വായിക്കാം. അപ്പം ഈ ശുദ്ധീകരണത്തിൽ ആത്മാവ് വിശ്വാസിയുടെ സ്വഭാവത്തെ ശരിയായ വിശുദ്ധീകരണത്തിലേക്ക് പുതുക്കുകയാണ് ചെയ്യുന്നത്, പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം എത്രത്തോളം അതിലോട്ട് നാം ഈൽഡ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം കഴിയുന്നതോളം അത് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഈൽഡ് ചെയ്യുന്നുണ്ട് അതിലോട്ട്. അപ്പസ്തലപ്രവൃത്തി 9:13 വായിച്ച്. ആക്ട്സ് 9:13. യെസ്, 9:13. സംസാരിച്ചാലേ ഇവിടെ ചാപ്റ്റർ പറയുന്നൊന്നും കേൾക്കത്തില്ല, അതുകൊണ്ട് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതല്ല. അതിന് അനന്യ കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ എന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും കേട്ടിരിക്കുന്നു. അപ്പം കണ്ടോ സ്തോത്രം. അതായത് അനന്യാസ് പറയാണ്, കർത്താവിന് പറയാണ്, അതായത് കർത്താവ് പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസിന്റെ ആദ്യകാലത്ത് ലൈഫിൽ ബന്ധപ്പെട്ട് പറയാണ്, നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു. നിന്റെ വിശുദ്ധന്മാരാണ്. അത് പുതിയ നിയമസഭയിലുള്ള വിശ്വാസികളെ വിശുദ്ധന്മാരെന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആണ്. പക്ഷെ നാം വിശുദ്ധന്മാരാണോ? ആണ്. നമ്മളെ ഈ വചനത്തിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നത് ആ ലെവലിലാണ് ആണ്. പക്ഷെ നമ്മളത് ആ ലെവലിൽ എത്തണം. നമ്മൾ എഫേസ്യർ 4-ാം 23-24 വാക്യം വെച്ച്. എഫേസ്യർ 4-ാം 23-24 വാക്യം. എഫേസ്യർ 4-ാം 24. ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്
സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ടേ. കണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് ചുരുക്കം, അതായത് പുതുക്കം പ്രാപിക്കണം. ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണം. പണ്ട് ഞാൻ സ്നാനപ്പെട്ടതാണ്, അഭിഷേകം പ്രാപിച്ചതാണ്, രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റുമോ? പുതുക്കം പ്രാപിക്കണം, പുതുക്കം പ്രാപിക്കണം. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന സൗകര്യം? 23-ാം വാക്യം. റിന്യൂ ചെയ്യണം, റിന്യൂ ചെയ്യണം. നേഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ റിന്യൂ ചെയ്യണം. കാറിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ റിന്യൂ ചെയ്യണം. ഇവിടുത്തെ എല്ലാ ഗവൺമെന്റ് തലങ്ങളിലും ഉണ്ടല്ലോ അല്ലേ? വീടിന് ടാക്സ് കൊടുത്താലേ അത് റിന്യൂ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ റിന്യൂ ചെയ്ത് ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ വി ഷുഡ് റിന്യൂ ഇൻ ദ സ്പിരിറ്റ് ഓഫ് യുവർ മൈൻഡ്. ഹല്ലേലൂയ. അപ്പം ലോകപ്രകാരം റിന്യൂ ചെയ്യാൻ നമുക്കറിയാം, പക്ഷെ ഇത് റിന്യൂ ചെയ്യണം. ആത്മാവിന്റെ പുതുക്കം എത്രത്തോളം ഉണ്ട്? നമ്മൾ പുറകോട്ട് പോയോ? എങ്ങനെയാണ്? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, സ്തോത്രം. നമ്മൾ ഇത് ഈ 24-ാം വാക്യം വായിച്ചു. 24-ാം വാക്യം വായിച്ചു. വായിച്ചു. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആഹ്വാനമാണ്. സ്തോത്രം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ക്ലിയർ ആയിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. വിശുദ്ധിയിലേക്കുള്ള അഭിഷേകം എന്ന് പറയുമ്പം, അഭിഷേക തൈലത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം എഴുതുന്ന സൗകര്യം. പുറപ്പാട് 30-ാം അധ്യായം 27 മുതൽ 30 വരെ എന്ന് വായിച്ചു. പുറപ്പാട് 30-ാം അധ്യായം 27 മുതൽ 30 വരെ. അതിന്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ദുഃഖപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങൾ ഒക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്യണം. 29 അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിനെ അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ, അല്ലേ? സ്തോത്രം. ബൈബിള് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു നമുക്കറിയാം. എങ്ങനെ നമ്മൾ തൊടുന്നു അല്ലേ? അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ വായിച്ചത് സ്തോത്രം വിശുദ്ധിയിലേക്കുള്ള അഭിഷേകം. സ്തോത്രം. ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിവിശുദ്ധമായിരിക്കണം. അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവൻ ശുദ്ധീകരിക്കണം. നമുക്ക് ഈ വാക്യമൊക്കെ എടുത്ത് വായിക്കാൻ ദൈവം അവസരം തന്നു. ഈ വാക്യം പറയാനും ഇപ്പം വേദോസം വായിക്കുന്ന കുഞ്ഞുമോൾ സൗകര്യം അല്ലേ? എങ്ങനെ വേണം? വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ച അവസ്ഥയിലേക്ക് വരണം. ചുമ്മാതെ അല്ലേ? സീരിയസ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേക തൈലം തൊട്ടതെല്ലാം വിശുദ്ധമാകുന്നു എന്നതിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും. സ്തോത്രം. ഹോളി. ഹല്ലേലൂയ. അപ്പൊ അഭിഷേക തൈലം തൊട്ടതെല്ലാം വിശുദ്ധരാകുന്നു. മോശെ അവരോട് നമുക്കറിയാം, അവന്റെ പുത്രന്മാരുടെ തലയിൽ എണ്ണ ഒഴിച്ചപ്പോൾ അവർ കർത്താവിന് വിശുദ്ധരായി. ഓ ഗ്ലോറി. ഇന്ന് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഈ IPA ലൈനിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉണ്ട്.
അപ്പം അഭിഷേക തൈലം പരിശുദ്ധാത്മാവിന് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആരായി? അവർ കർത്താവിന് വിശുദ്ധരായി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അഹരോന്റെ മക്കളെ തലയിൽ എണ്ണ ഒഴിച്ചപ്പോൾ അവർ കർത്താവിന് വിശുദ്ധരായി. നാം അഭിഷേകം പ്രാപിച്ചപ്പോൾ കർത്താവിന് വിശുദ്ധരായി. അപ്പം അതിനൊന്നും നമ്മൾ പുറകോട്ട് പോകാനൊക്കത്തില്ല. അത് രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചും അത് തന്നെയാണ്. രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തി ആര്? സ്വതന്ത്രം. അതായത് അവരും ആ ലെവലിൽ മുന്നോട്ട് വന്ന് അതിനു വേണ്ടി മുന്നോട്ട് വരണം. വിശുദ്ധിയിലേക്കുള്ളൊരു അഭിഷേകമാണ് അത്. അതായത് ശരിയായ ജീവിതം, പെരുമാറ്റം കൊണ്ട് ദൈവസേവനത്തിന് വേണ്ടി വേർതിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കൂടി അവനെ ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. സ്തോത്രം. നാം വീണ്ടും ജന്മം പ്രാപിച്ച് നമ്മൾ ധാർമ്മികമായിട്ടും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ അഭിഷേകത്തിൽ കൂടി കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അതിൽ സ്തോത്രം അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെയും നമ്മൾ റോമാലേഖനം 1:1 വായിച്ചു, 1:7 വായിച്ചു. നിങ്ങളെ അതിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്, വായിച്ചത്. അപ്പം സ്തോത്രം. അപ്പം നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിൽ നിന്നും എല്ലാ പുരോഹിതന്മാരും വിശുദ്ധിയിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ട ഇതേ വിധത്തിലാണ്. സ്തോത്രം. ഓരോരുത്തരും വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ പരിശുദ്ധി കാരണം ഒരു പുരോഹിതന് ചെയ്യുവാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഉണ്ട്. ഇപ്പം നമ്മൾ വായിച്ചു, ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കരുത്, അല്ലേ? എന്ത് തൊടണം, എന്ത് തൊടാതിരിക്കണം, ഇതൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു. സ്തോത്രം. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, സ്ഥാനം, ആ പദവി എന്താണെന്ന് നാം തന്നെ അത് മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊന്ന് റോമാലേഖനം 1:7 വായിക്കുന്നു, അവരിൽ യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. കർത്താവിനായി വേർതിരിച്ചിരിക്കുന്നു, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതെ. അപ്പം അഹരോന്റെ മക്കളെയും whoever it is കർത്താവിന്റെ പുരോഹിതന്മാരായി പൂർണ്ണമായും വേർതിരിച്ചു. അവർ ആ സ്ഥാനത്തിന് വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അതെ. സ്തോത്രം. നമുക്കറിയാം. സ്തോത്രം. അതായത് വെളിപ്പാട് 1:4 വായിച്ചു. വെളിപ്പാട് 1:4. വെളിപ്പാട് 1:4. വെളിപ്പാട് 1:4. സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവൻ ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും അവൻ തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും എങ്ങനെ വായിച്ചു? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശുദ്ധ സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 6-ാം വാക്യം അവസാനത്തിൽ ദൈവത്തിൽ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. നമ്മുടെ പാപം നോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. കണ്ടോ പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ കാര്യം പറഞ്ഞു. നമ്മൾ വിചാരിക്കും ഞാൻ പുരോഹിതനൊന്നും അല്ല. ഇവിടെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് സ്തോത്രം എഴുതിയിരിക്കുന്നത് എന്തോ കണ്ടല്ലോ. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവൻ എന്നേക്കും മഹത്വം ബലവും. ആമേൻ. ദൈവമക്കളെ, ആരടി വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നാം ആരാണ്? സ്തോത്രം. നിങ്ങളോ രാജകീയ പുരോഹിത വർഗം,
രാജകീയ പുരോഹിതവർഗം. അവർ ദൈവമുമ്പാകെ വിശുദ്ധ പുരോഹിതനായി നടക്കുവാൻ യേശുക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നിസ്സാരമായിട്ട് എടുക്കരുത് കേട്ടോ. ഹൈ കോളിംഗ് ആണ്, ഹൈ കോളിംഗ് ആണെന്ന് ഓർമ്മയിരിക്കണം. സ്തോത്രം. ഇന്ന് അത് എത്രത്തോളം ഓരോരുത്തരും അത് അനുവർത്തിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, അല്ലേ? നമുക്കറിയത്തില്ലെന്ന് പറയാൻ പറ്റില്ല, അറിയാം. അറിയത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? നമുക്കറിയാം. സ്തോത്രം. വിശുദ്ധിയും ശക്തിയും അതായത് സ്തോത്രം, അതായത് ഒരു ദൈവദാസൻ, അതായത് ഞാൻ വായിച്ചത് ഇങ്ങനെ പറയുന്നുണ്ട്. സൈനാൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ് ചില വർഷങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്നറിയാം? നാം ദൈവത്തോട് ശക്തിയെക്കുറിച്ച് പറയുവാൻ തുടങ്ങുമ്പം അവൻ നമ്മളോട് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ദൈവത്തിൻ്റെ ശക്തി അഭിഷേകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർ ഉരുണ്ട് വീഴുന്നു. അതിന് വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് ഈ കാലങ്ങളിലൊക്കെ കാണുന്നുണ്ട്, അല്ലേ? ഉണ്ട്. പക്ഷെ ഈ ദൈവദാസൻ പറഞ്ഞത് എന്തുവാ? നാം ദൈവത്തോട് ശക്തിയെക്കുറിച്ച് പറയുവാൻ തുടങ്ങുമ്പം, ഞാനിപ്പം IPA ലൈനിലുള്ള എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. നിങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ചവരല്ലെന്നല്ലേ പറഞ്ഞു വെക്കുന്നത്? അഭിഷേകം പ്രാപിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കട്ടെ. ഈ ദൈവദാസന്റെ വാക്കുകൾ ഞാനീ പറയുന്നത്. അദ്ദേഹം പറഞ്ഞെന്തോ? നാം ദൈവത്തോട് ശക്തിയെക്കുറിച്ച് പറയുവാൻ തുടങ്ങുമ്പം അവൻ നമ്മളോട് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് കണക്ഷനാണ്. വിശുദ്ധി നിന്റെ ആലയത്തിൽ എന്നേക്കും ഉചിതം തന്നെ. വിശുദ്ധി. അപ്പൊ വിശുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് ഈ റിവൈവലും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും പറഞ്ഞാലേ അത് എഫക്റ്റീവ് ആകുള്ളൂ, അല്ലേ? അല്ല, അതെന്താ അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് നല്ല. നമ്മൾ വിശുദ്ധി ഉണ്ടെങ്കിൽ അത് ആ വാക്കുകളിൽ വിശുദ്ധി ഉണ്ടെങ്കിലേ ശക്തി പ്രസരിക്കുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ദേവദാസൻ പറഞ്ഞ കാര്യം ഞാനീ പറഞ്ഞത്. അപ്പൊ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപബോധത്തിൽ നിന്നും തന്നെയല്ല നമുക്ക് രക്ഷ ആവശ്യം. പിന്നെ എങ്ങനെ? പാപത്തിന്റെ മലിനീകരണത്തിൽ നിന്നും ശക്തിയിൽ നിന്നും നമ്മുടെ ജീവിതത്തെ അതിന് സ്വാധീനത്തിൽ നിന്നും നമുക്ക് വിടുതൽ ആവശ്യമാണ്. പാപത്തിന്റെ സ്വാധീനത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ്, പെന്തിക്കോസ്റ്റിലെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് യങ്സ്റ്റേഴ്സൊക്കെ വിവാഹം കഴിക്കുന്ന എവിടുന്നാണ്? പല അന്യജാതി മതത്തിൽ നിന്നും വിശ്വാസികളല്ലാത്ത കുട്ടികളെ ഒക്കെ വിവാഹം കഴിക്കുന്നു. എവിടെ? പെന്തിക്കോസ്റ്റ് സമൂഹത്തിൽ നിന്ന് തന്നെ. എന്താ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? എന്തോ അവർക്ക് ഉപദേശം ഇല്ലാഞ്ഞിട്ടാണോ? ഉപദേശം കിട്ടാഞ്ഞിട്ടാണോ? ഉപദേശത്തിന്റെ അപര്യാപ്തതയാണോ? പഠിച്ചേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അനുഭവ സാക്ഷ്യം പറയാനുണ്ട്. ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പം, ഞാൻ മർത്തമക്കാരനാണ്. ഓക്കെ. കോഴിക്കോട് ജോലി ചെയ്യുമ്പം 2-3 വർഷം കോഴിക്കോടായിരുന്നു. ഞാൻ കേരള ഗവൺമെൻറ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഫിഷറീസ് റിസർച്ച് സെൻ്ററിലായിരുന്നു അവിടെ. അപ്പോൾ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെയോ എനിക്കൊരു വിവാഹാലോചനയായിട്ട് ഒരാൾ അവിടെ വന്നു. ഓക്കെ. അപ്പോൾ ഞാൻ അമേരിക്കയ്ക്ക് വരാനുള്ള പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നു. തിങ്സ് ഓർക്കുന്നില്ല. അതെ, വിവാഹാലോചനയായിട്ട് വന്നു ഒരാൾ. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്, പെൺകുട്ടി
എന്നെ ഇവിടെ നോക്കുമ്പോൾ കാണണം എന്ന് എന്നെ കൊണ്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു കൂട്ടുകാരൻ. അതുകൊണ്ട് ഞാനവിടെ പോയി കണ്ടു. അധികം സംസാരിച്ചില്ല. അപ്പോഴും നേഴ്സാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. പക്ഷേ കാര്യം എന്താ അറിയും, കത്തോലിക്ക സ്ത്രീയാണ്, കാത്തലിക് ഗേളാണ്. ഞാൻ മൊത്തമാക്കാനാണ്. ഗവൺമെൻറ് ജോലിയുള്ള നേഴ്സാണ്. എനിക്ക് ഒരു വിധത്തിൽ ഇന്നത്തെ രീതിയനുസരിച്ച് കല്യാണം കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അന്നെന്താ ഞാനത് പ്രൊസീഡ് ചെയ്യാനത്? കണ്ടതേ ഉള്ളൂ, അധികം സംസാരിച്ചു പോലും ഇല്ല. എന്താ കാര്യം? എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യും. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യും. കത്തോലിക്ക സമുദായത്തിൽ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കുന്നു? എന്ന് കഴിക്കുമായിരിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവ സാക്ഷി പറഞ്ഞത്. മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്തോത്രം ഏത് സ്തോത്രം പാപത്തിൻ്റെ മലിനീകരണത്തിൽ നിന്നും ശക്തിയിൽ നിന്നും നമ്മുടെ ജീവിതങ്ങളിലെ അതിൻ്റെ സ്വാധീനത്തിൽ നിന്നും നമുക്ക് വിടുതൽ ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതായത് മത്തായി 1-ാം വാക്യം വായിച്ചേ. മത്തായി 1:21. മത്തായി 1:21. 121. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. തന്റെ പാപങ്ങളിൽ നിന്നും വിടിവിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് നാം പാപത്തിൽ പാപത്തിൽ ഇപ്പൊ ചിലർ പറയും പാപത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കട്ടെ. പാപത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു പ്രാസംഗികൻ പറഞ്ഞാൽ അങ്ങനല്ല. സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ടത് പാപം ചെയ്യാനല്ല. നാം പാപത്തിൽ നിന്നുമാണ് രക്ഷിക്കപ്പെട്ടത്, അല്ലേ? പാപം ചെയ്യാതിരിക്കാൻ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. എന്തിന്? പാപം ചെയ്യാതിരിക്കാൻ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബെന്തിക്കോസ്റ്റൽ വിശ്വാസികളെന്ന് പറയുന്ന ഈ യങ്സ്റ്റേഴ്സ് രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇപ്പം നമ്മൾ വായിച്ചതുപോലെ അന്യജാതിക്കാരിൽ നിന്നും വിവാഹം കഴിക്കരുതെന്ന് വചനത്തിൽ പറയുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ പോയി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടോ? അതാ പാപത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇല്ല. സ്തോത്രം. അല്ലേ? നമ്മൾ ഞാൻ പറയണ 1 യോഹന്നാൻ 3:8 വായിച്ചു. 3:8 വായിച്ചു. 1 യോഹന്നാൻ 3:8 വായിച്ചു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തി ദൈവപുത്രൻ പ്രത്യക്ഷനായി. നാം രക്ഷിക്കപ്പെട്ടത് പാപം ചെയ്യാനല്ല, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ഓ ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ ടോപ്പിക് എന്തുവാ? ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്. വിശുദ്ധിയുടെ ആത്മാവ്. വിശുദ്ധിയുടെ ആത്മാവ്, അല്ലേ? സ്തോത്രം. ആണ്. അപ്പൊ വിശുദ്ധിയിലേക്കുള്ള ഈ പൗരോഹിത്യ അഭിഷേകം, പൗരോഹിത്യം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പൗരോഹിത്യം നമ്മൾ വായിച്ചു, വെളിപ്പാട് വായിച്ചു, അല്ലേ? നമ്മൾ വായിച്ചു. സ്തോത്രം. നാം അല്ലേ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. പുരോഹിതന്മാരാണ്. പുതിയ നിയമത്തിൽ വായിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ആണ്. അപ്പം സ്തോത്രം. വിശുദ്ധിയിലേക്കുള്ള ഈ പൗരോഹിത്യ അഭിഷേകം നമുക്ക് എത്രമാത്രമെന്ന് ആവശ്യമാണ്. അളവില്ലാത്ത വിധം അത് ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ദൈവമേ ഞങ്ങൾ യാചിക്കുന്നു. അതെ, സ്തോത്രം. ഇതിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയാകണം. സ്തോത്രം. അവൻ്റെ ശക്തി, സ്തോത്രം, നമ്മെ, സ്തോത്രം, അതെ, നമ്മളെ നശിപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിശുദ്ധി വെളിപ്പെടണം. ശിംശോന് ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ വിശുദ്ധി നഷ്ടപ്പെട്ടു, അല്ലേ? ശിംശോന് ശക്തി ഉണ്ടായിരുന്നു,
ശക്തി ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ മരിക്കാൻ നേരത്തും 3000 എത്ര പേരെ കൊന്നു? 3000 പേര് അല്ലേ? ഓർക്കുന്നില്ലേ? 2 തൂണുകൾ 3000 പേര്. മറന്നുപോയത്. 2 തൂണുകൾ ഇടയ്ക്കായിരുന്നു നിന്ന് ഒറ്റ തള്ളു 3000 പേരെ കൊന്നു. ശക്തിയുണ്ട്, പക്ഷെ വിശുദ്ധി ഇല്ലാതായിപ്പോയി. ഇന്നത്തെ മീറ്റിങ്ങുകളൊക്കെ വലിയ ശക്തിയുടെ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. വിശുദ്ധിയുണ്ടോ? സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. ഹല്ലേലൂയ. അതെ, സ്വോത്രം. സമയം നോക്കുമ്പോൾ സമയം. ഓക്കെ, സ്വോത്രം. ഓക്കെ, സമയം നോക്കുമല്ലോ. ഓക്കെ, അവസാനിപ്പിക്കുക. അധികം സമയം എടുക്കാതിരിക്കുന്ന താല്പര്യമില്ല. ഓക്കെ, അപ്പം അനേകരും നമുക്കറിയാം, സ്വോത്രം, തങ്ങളുടെ പ്രവൃത്തികളാൽ സ്വോത്രം ജീവനുള്ള ദൈവത്തെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നു. ജീവനുള്ള ദൈവത്തെ എവിടെ അതായത് പ്രവൃത്തികളാൽ ജീവനുള്ള ദൈവത്തെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു. സ്വോത്രം. യേശു തൻ്റെ മരണത്തിന് മുമ്പേ സകലവും തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു നമ്മളെക്കുറിച്ച്. ഞാൻ ഇന്നാൾ പറഞ്ഞവരെ, ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു എന്ന് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പിള്ളേർ എഴുതി വെക്കും. നമ്മൾ ഓട്ടം തേച്ചോ? ഓട്ടം. യേശു തൻ്റെ പ്രവൃത്തികളാൽ ജീവനുള്ള ദൈവത്തെ മരിച്ചവരുടെ നിന്ന് അല്ലേ, അതായത് അവൻ യേശു തൻ്റെ മരണത്തിന് മുമ്പ് താൻ സകലവും നിവൃത്തിയായി തികച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ദൈവമക്കളെ, IPA ലേഖനം വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഉത്തമ ബോധ്യമുണ്ടോ? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എഴുതി വെച്ചോണ്ടാവൂ? ഇല്ല. അവിടെ ഇന്ന് രാത്രികാലം നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മുടെ റോമാലേഖനം 1:7 വായിച്ചു അല്ലേ സഹോദരി? സ്വോത്രം. നിങ്ങളെ വിശുദ്ധ വിളിക്ക് യോഗ്യമാണല്ലോ വിളിച്ചിരിക്കുന്നത്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അപ്പം നമ്മുടെ രക്ഷ, രോഗസൗഖ്യം, വിശുദ്ധീകരണം, പൂർണ്ണത, ഇതൊക്കെ ആവശ്യമായ സകലവും യേശുവിൻ്റെ കാൽവരിയിൽ കൂടി യേശു തികച്ചത് നമുക്ക് വേണ്ടിയാണ്. സ്വോത്രം. അനേകരും അല്ലേ, സ്വോത്രം, തോൽവി അടഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തോൽവി അടഞ്ഞ ജീവിതമാണോ? അതെ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പോരായ്മയുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഈ വചനത്തിൽ കൂടി കം ബാക്ക്. വിശുദ്ധീകരണം, ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് പൗലോസ് ലേഖനത്തിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നു. സ്വോത്രം. അത് സ്വോത്രം. നമുക്ക് വിശുദ്ധീകരണമില്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നമ്മുടെ ശരീരത്തിൽ ദൈവഭക്തി, ദൈവശക്തി അനുഭവിപ്പാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. വിശുദ്ധിയില്ലെങ്കിൽ ശക്തി പ്രാപിക്കുമോ ദൈവമക്കളെ? ഇല്ല. കുറെ ശക്തി ശിംശോനെ പോലെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിയുണ്ടോ? ഇല്ല. വിശുദ്ധി ഇല്ലാഞ്ഞതുകൊണ്ട് തൻ്റെ ജീവിതം നീ സമയത്തിന് മുമ്പേ എന്തിനു മരിക്കുന്നു? വായിക്കുന്നു, നീ സമയത്തിന് മുമ്പേ എന്തിനു മരിക്കുന്നു? സ്തോത്രം അല്ലേ? അപ്പം സ്തോത്രം. അതെ, സ്തോത്രം. കാൽവറി, യേശുവിൻ്റെ കാൽവറി യാഗത്തിൽ കൂടി നാം വിശ്വസിക്കുമ്പോൾ, അതെ, ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളുടെ കലവറ തുറന്ന് നമുക്ക് തരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ദൈവമക്കളോട്, ഞാൻ മരുന്നെടുക്കുന്ന ആളാണ്, ഓക്കെ. പക്ഷെ ദൈവിക രോഗശാന്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരുന്നെടുത്തത് കൊണ്ട് രോഗശാന്തി വിശ്വസിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. സ്തോത്രം. അത് ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നിയമം അനുസരിച്ച് ചെയ്യട്ടെ അല്ലേ? ഒരു മരുന്നെടുക്കാതെ വിശ്വാസത്തിൽ കൂടി പോകുന്ന അനേകരും ഉണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ള സഭയുണ്ട്, നമുക്കറിയാം. സ്തോത്രം. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ആരായിരുന്നു?
എൻ്റെ കസിൻ്റെ മരുമകൾ ഈ ഈ വെള്ളി ശനി ഞായറോ എൻ്റെ വെള്ളി ശനിയാണ് എൻ്റെ ഫ്യൂണറൽ. ഞാൻ പലർക്കും അയച്ചു കൊടുത്തു, അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പം ഏത് സ്തോത്രം അതിൻ്റെ ആരായിരുന്നു കുഞ്ഞുമത്സവരി ഇവിടെ ഉണ്ടായിരുന്ന ഉഷ എൻ്റെ കസിന് ഉഷയുടെ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉഷ. അപ്പോൾ ഉഷ മരുന്നെടുക്കാതെ മരിച്ചത്. ഉഷ സ്തോത്രം ഉഷയുടെ ആങ്ങളുടെ മരുമകളായത് ഈ കുട്ടി മരിച്ചത്, അതായത് ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചത്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ നാം സ്തോത്രം നമ്മൾ സ്തോത്രം വിശ്വാസത്തിൽ കൂടി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നാം ദിനംതോറും എങ്ങനെ നാം ആരോഗ്യമുള്ളവരായി മുന്നോട്ട് പോകുന്നു? ആ വിശ്വാസത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും ദൈവത്തോട് അഭയാചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറെ കാര്യമുണ്ട്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഒരു പിശാചും വസിക്കാൻ പാടില്ല, അത് പിശാചിന് ഇടം കൊടുക്കരുത്, അല്ലേ? ആമേൻ. അപ്പോൾ ദൈവം നമുക്ക് അതിനുള്ള ബലം തന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ വിചാരിക്കും ചിലരുടെ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ മരുന്നെടുക്കുന്നുണ്ട്. ഞാൻ മാർത്തോമായിലായിരിക്കുമ്പോഴും ഈ വിശ്വാസത്തിലുള്ളൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കത്തോലിക്കനോട്ട് ഞാൻ ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഒരു വാദപ്രതിവാദം ഉണ്ടായി. വാദപ്രതിവാദം ഉണ്ടായ കാര്യം എന്നാൽ കോട്ടയത്ത് മേബിൾ തോമസ് ഒരു സ്പോർട്സ് താരമാണ്, സിലോൺ പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. മരുന്നെടുക്കാതെ മരിച്ചുപോയെന്ന് പറഞ്ഞ് മനോരമ പേപ്പറിൽ വാർത്ത വന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. തർക്കം ഉണ്ടായത്. ഞാൻ മാർത്തോമക്കാരനായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ആ കത്തോലിക്കനോട് പറഞ്ഞു, ബൈബിളിൽ എഴുതിയിട്ടുണ്ട് രോഗസൗഖ്യം ഉണ്ട്, അതൊരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് എ ഫാക്ട്. അവരെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ അന്ന് അവരോട് പറഞ്ഞതാണ്. ഞാൻ മാർത്തോമക്കാരനാണ്. ആ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ കത്തോലിക്കനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത്, ഞാൻ മരുന്നെടുക്കുന്നെങ്കിൽ തന്നെയും എനിക്ക് അന്നും ഇന്നും ആ കാര്യത്തിൽ വിശ്വാസമുള്ളൊരു വ്യക്തി തന്നെയാണ്. ഞാനത് ഒന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? കുഞ്ഞോത്സവരിക്കും ട്രേസി സൗരി ഇന്നലെ വളരെ ക്ഷീണിതയായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥിച്ചു. ഇന്നത്തെ ട്രേസി സൗരി ലൈനിൽ ഇപ്പം വന്നു നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ സത്യം പറയാതിരിക്കണം പറ്റില്ല, അല്ലേ? ദൈവമക്കളെ സത്യം പറയണം കേട്ടോ. ഓക്കെ. ആ സംശയം ഒരു കാര്യം നോക്കാം. അത് ഞാൻ അവസാനിപ്പിക്കാം. സമയമുണ്ടായാലും ഒരു വാക്കിയുടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ലൂക്കോസ് 20-ാം അധ്യായം 20-ാം വാക്യം വായിച്ച് 20-21 വാക്യം വായിച്ച് 20-21 വാക്യം. ലൂക്കോസ്. പിന്നെ അവനെ രാജവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിക്കത്തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിനെ തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞു ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിന്റെ വഴിയിൽ യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയാം. ഇവിടാണ് കണ്ടോ, യേശുവിനെ കൊല്ലാൻ വന്ന ശാസ്ത്രിമാരും പിടിക്കാൻ വന്ന പരീക്ഷന്മാരും ഒരു പരമാർത്ഥം പറഞ്ഞു യേശുവിനെ കുറിച്ച്. എന്തോ, നീ മുഖപക്ഷം നോക്കാതെ നീ പറഞ്ഞത് ശരിയാണ്. ശ്രദ്ധിക്കണം. മുഖപക്ഷം നോക്കാതെ ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ നമ്മൾ തിരുവചന സത്യവചനം പറയുമ്പോൾ നമ്മളെ കുറ്റം പറയുന്ന കല്ലെറിയുന്നവരാ. ഈ പരീക്ഷന്മാരും പുരോഹിതന്മാരും ചെയ്തില്ലല്ലോ. അവരുള്ള കാര്യം പറഞ്ഞു. നീ മുഖം നോക്കാതെ വണ്ണം സത്യവചനം പറയുന്നവരാണെന്ന് അവർ പറഞ്ഞാൽ സത്യം ചെയ്തല്ലോ. നമ്മൾ സത്യം പറയുമ്പോൾ എന്റെ സഭയെ ആക്രമിച്ചു, എന്റെ സഭയെ കുറ്റം പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയെ കുറ്റം പറഞ്ഞു. ഇങ്ങനെ ആൾക്കാർ നമ്മളെ കല്ലെറിയുന്നു. ഇത് നമ്മൾക്ക്
ഈ ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒരു മനോഭാവം നമ്മുടെ ബന്ധുക്കോസർക്ക് ചിലർക്കില്ല. അവര് യേശുവിനെ പിടിക്കാൻ വന്ന അവര് പിടിക്കാൻ വന്നിട്ട് അവരെന്താ പറഞ്ഞത്? അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞ് ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ വണ്ണം ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവവചനം പറയുവാൻ കുഞ്ഞുമോൾ സഹോദരിക്ക് പറയാൻ പറ്റുമോ? രായൻ സഹോദരന് പറയാൻ പറ്റുമോ? അതെ. മറ്റുള്ളവർ കുറ്റം പറയും. ഞങ്ങളുടെ സഭയെ കുറ്റം പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയെ കുറ്റം പറഞ്ഞു. ഈ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും സ്വഭാവം പോലും നമ്മുടെ ബന്ധുക്കോസ് വിശ്വാസികൾക്കില്ല. അവർ കല്ലെറിയാൻ വന്നതാണ്, അവരെ യേശുവിനെ പിടിക്കാൻ വന്നവരാ. അവർ കല്ലിട്ട് താഴിട്ട് അവർ പോയി. സത്യം പറഞ്ഞവർ ശത്രുക്കളാണെങ്കിലും കണ്ടോ, ഈ മനോഭാവം നമുക്കുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. ഉണ്ടാകുന്നത്. ഓക്കെ, ഹല്ലേലൂയ. ഞാൻ വാക്ക് ചുരുക്കിയാണ്. വിശുദ്ധിയുടെ ആത്മാവ്, സ്തോത്രം. അത് വായിച്ചാൽ അവസാനിപ്പിക്കും. സൗകര്യം ഒന്നുകൂടെ വായിക്കും. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം 7-ാം വാക്യം എന്ന് വെച്ചു. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം 7-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവരാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തുന്നതിനെ പ്രാപിച്ചത് അവനിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. സത്യവേദത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കാഴ്ചവെക്കുവാൻ. അതെ, സ്തോത്രം. നമ്മളെ പാപത്തിൽ നിന്നുമാണ് നമ്മളെ കർത്താവ് വിളിച്ചേക്കുന്നത്, അല്ലേ? സ്തോത്രം. പാപത്തിൽ രക്ഷിക്കപ്പെട്ടൊന്നല്ല, പാപം ചെയ്യാതിരിക്കാൻ ആണ് ദൈവം നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം യാത്ര നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഞാൻ നല്ല ഓർമ്മ പറയും കേൾക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു കുഞ്ഞോൾ. എല്ലാവർക്കും നന്ദി.